ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നേരെ ചിറയൻകീഴ് പോകാമെന്ന് വിചാരിച്ചു. ചിറയൻകീഴ് മുട്ടപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പ്രകാശ് ചേട്ടൻ്റെയും അജിത ചേച്ചിയുടെയും കുറേ വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ഇത്ര വലിയ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ പ്രകാശ് ചേട്ടനും അജിത ചേച്ചിയും. അവരുടെ വീട്ടിൻ്റെ അകത്തോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഒരുപാട് ചെടികൾ, ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒരു മൊത്തത്തിലൊരു പച്ചമയമായിരുന്നു കേട്ടോ. ഈ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് എനിക്ക് അനുഭവപ്പെട്ടു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം തണൽ കൊണ്ടാണോ, ഞാൻ ഈ വെയിലത്തുനിന്ന് നേരെ വന്ന് തണലിലോട്ട് വന്നിരുന്നത് കൊണ്ടാണോ, അതൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കാണാം. ഇതെല്ലാം നമ്മുടെ അജിത ചേച്ചിയുടെ പരിപാടിയാണ് കേട്ടോ, ഈ ഗാർഡനിങ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊരു 40 ഏക്കറിനകത്ത് വരുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ കാണുന്നത് അവിടുത്തെ ഡോഗ്സാണ്. ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ലാസ്റ്റ് ഒരു 3-4 മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കുര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും നാടൻ പട്ടികളാണ് കേട്ടോ. അല്ലാതെ തന്നെ പുറത്ത് കുറേ പട്ടികളിങ്ങനെ വരും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ പ്രകാശ് ചേട്ടൻ. പിന്നെ ഈ കാണുന്നത് എന്താണെന്നറിയാമോ? ചേമ്പലയാണ്. ഈ ചേമ്പല എനിക്ക് വീട്ടിൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇന്നിപ്പോൾ ഞാൻ അജിത ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ചോറിൻ്റെ കൂടെ ആ ഒരു കീരത്തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് വീട്ടിൽ കൂടി കൊണ്ടുപോകാനായിട്ട് തരണേന്ന് പറഞ്ഞപ്പോൾ ചേച്ചി തന്നതാണ്. അങ്ങനെ അതും ഇന്ന് വെച്ച് നോക്കി. അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് തോന്നി. ഈ കാണുന്ന ചെടി ഒരു പ്രത്യേകം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഞാനിതൊന്നും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇതൊരു കുങ്കുമം അതിൽ അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചിരിക്കുക മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ കാണുന്ന നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അജിത ചേച്ചിയുടെ ക്രിയേഷനാണ്. ഇത് ഞാൻ ഒരെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട് ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. കണ്ണൻ്റെയും ആ ഒരു പീലിയൊക്കെ വരുന്നതൊക്കെ. കണ്ണനൊക്കെ പ്രതിമയാണ്. ഈ നെറ്റിപ്പട്ടം പോലത്തെ ഐറ്റംസ് ഇങ്ങനെയൊക്കെ സ്വീക്കൻസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചേച്ചിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചിക്ക് ഭയങ്കര നാണമായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, ചേച്ചിക്ക് പറയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ. ചേച്ചിയുടെ ബന്ധുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെയാണ് കൂടുതൽ ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഞാനത് പുറത്ത് ചേച്ചിക്ക് ചെയ്ത് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറയുക, ഇതൊക്കെ ആര് മേടിക്കാനാണത്. എനിക്ക് അതിശയം തോന്നി സത്യം പറഞ്ഞാൽ. എന്തുമാത്രം കഴിവാണ് ആ ചേച്ചിക്കുള്ളത്. സാധാരണ വെറുതെ ആ ടൈമിങ് കളയാറില്ല ചേച്ചി. പിന്നെ ചേച്ചി സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ചേച്ചിയുടെ മാത്രം ഇതെല്ലാം ചെയ്യുന്നത്. ചേച്ചിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ പ്രകാശ് ചേട്ടൻ്റെ അടുത്തോട്ട് പോകാം. ഞാൻ പ്രകാശ് ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചൊക്കെ ഇരുത്തി. പക്ഷേ പ്രകാശ് ചേട്ടൻ്റെ കാര്യം ഒക്കെ പറഞ്ഞുവെങ്കിലും എനിക്ക് കട്ട് ചെയ്യാനുള്ള ചെറിയ ഓപ്ഷൻസുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് വോയിസ് ആയിട്ട് ഇടാത്തത്. അപ്പം എന്താണ് പ്രകാശ് ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശ് ചേട്ടൻ്റെ പാഷൻ എന്ന് പറയുന്നത് ആടിനെ വളർത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു ആട് വളർത്തലിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകാശ് ചേട്ടനൊരു മോനുണ്ട് കേട്ടോ. ആ മോന് കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ഒരു ആട്ടിൻകുട്ടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെ ഒരു വ്യത്യസ്തത തോന്നിയില്ലേ? സാധാരണ നമ്മുടെ മക്കൾക്ക് ജീപ്പോ കാറോ ലോറിയോ അല്ലെങ്കിൽ സംതിങ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കുമല്ലേ കൂടുതൽ വാങ്ങിച്ചൊക്കെ കൊടുക്കുക. പക്ഷേ അല്ലെങ്കിൽ പട്ടിക്കുട്ടി അതൊക്കെ ആയിരിക്കും അല്ലാതെ നമ്മൾ മേടിച്ചത്. ഒരു ആട്ടിൻകുട്ടിയാണ് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ആട്ടിൻകുട്ടി ഓടിപ്പോയെന്ന് എടുത്തു കേട്ടോ. ഇതിപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം എത്രയോ ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ നമ്മളെ തിരിഞ്ഞ് എത്ര സ്നേഹം കൊടുത്താലും നമ്മുടെ കൂടെ വരുന്ന ഒരു ജീവികളാണ് ഈ മിണ്ടാപ്രാണികളെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പട്ടികളോടും ഇങ്ങനത്തെ ജീവികളോടും നോർമലി എല്ലാ ഇതിലോടും എനിക്കൊരു സഹാനുഭൂതിയൊക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം ഞാൻ ഓടിപ്പോയി ആട്ടിനെയൊക്കെ എടുത്തു. അപ്പം ഈ ബാക്ക് സൈഡിലാണ് ഈ ഒരു ആടിനെയൊക്കെ വളർത്താനുള്ള ഒരു, പക്ഷെ എല്ലാം പോർഷൻ തിരിച്ചിട്ടാണ് അത് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നൈറ്റ് ആവുമ്പോൾ ഈ ആടിനെ എല്ലാം വേറൊരു റൂമിലോട്ട് ഇവർ ആക്കും. ഇവിടെ കോഴി ഉണ്ടായിരുന്നു. കാരണം കോഴിയൊക്കെ മാവിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പം മരപ്പട്ടിയൊക്കെ വന്നിട്ട് അത് കടിച്ചെടുത്തുകൊണ്ട് പോയി. അങ്ങനെ എല്ലാം ലോസായി പോയി കേട്ടോ.
ഇത് നമ്മുടെ ഒരു ആട്ടിൻകുട്ടിയാണ്. ഇവന് എന്തിനാണ് ആ പാലുകുപ്പിയിൽ പാല് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ വെള്ളയോ മെറൂണോ അല്ല എന്തോ ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഇത് കറുത്തിരിക്കുന്നത് കൊണ്ട് പാല് കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രകാശ് ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിപ്പാലിലാണ് അത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് താഴോട്ടൊന്ന് ഇറങ്ങി ഈ ആടിനെയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രകാശ് ചേട്ടൻ്റെ കൂടെ അങ്ങ് പോയി. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം ഇതൊരു ബ്രീഡെന്ന് പറയുന്നത് ജമുന പ്യാരി, പിന്നെ വേറെ എന്തൊക്കെയോ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, പാർപ്പരാസി, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ ഇവർക്കൊക്കെ ഓരോ പേരും ഇട്ടിട്ടുണ്ട്, ഗണേഷ്, മണികണ്ഠൻ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടങ്ങനെ വിളിക്കുമ്പോൾ ഓടി വന്ന് മടിയിലൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. ഇതിലൊരു വെള്ള കളർ ഒരു ആടുണ്ട് കേട്ടോ. അതിന് എൻ്റെ പുറകേ ഇങ്ങനെ നടന്ന് എൻ്റെ ദേഹത്തൊക്കെ കയറി വരുമായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്നെ ആരെങ്കിലും ഒരാൾ മൈൻഡ് വെച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക്. കണ്ടോ ഈ എനം ആട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ ആട് കുത്തുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ പേര് കേട്ടപ്പോൾ ജമുന പ്യാരി എന്നൊക്കെ കേട്ടപ്പോൾ നമ്മളൊരു സിനിമ പേരൊക്കെ അതാണ്. ഇദ്ദേഹമാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ. എൻ്റെ അടുത്തോട് മണികണ്ഠൻ എന്നാ പേര് കേട്ടോ. ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ തല തടവി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് ഈ ഒരു ആടിൻ്റെ ഫാമിൻ്റെ തൊട്ടപ്പുറത്ത് അല്ലാതെ കുറച്ച് ജാമ്പമരം, പ്ലാവ്, ശീമച്ചക്ക, അങ്ങനത്തെ കുറേ, അപ്പോൾ ഈ പുറത്ത് പോയി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഉള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിനൊന്നും 24 മണിക്കൂറും തികയുന്നില്ലെന്നാണ് പറയുന്നത്. പ്രകാശേട്ടൻ മുന്നേ ഗൾഫിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നാട്ടിൽ വന്ന് സെറ്റിലായ ശേഷമാണ് ഇങ്ങനത്തെ ഒരു ആശയമൊക്കെ വന്നിട്ട് ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ടൊക്കെ കടന്നത്. പിന്നെ ചേച്ചി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് എന്തോ അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെയൊക്കെ സംഭവമൊക്കെ പഠിച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത് നിങ്ങളിപ്പം വീഡിയോയിൽ കാണുന്ന മാതിരില്ല, അത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വലിയ സൈസിലുള്ള നെറ്റിപ്പട്ടമാണ്. പിന്നെ ഞാൻ അവിടെയൊക്കെ ഇറങ്ങി കുറേ നേരം എല്ലാ ആട്ടിൻ്റെ അടുത്തും പോയി തലോടിയിട്ട് അതിന് ഇച്ചിരി പുല്ലല്ല മറ്റേ പ്ലാവിലയാണ് ഞാൻ അതിന് വെച്ച് കൊടുത്തത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്നറിയത്തില്ല, സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഫുള്ള് കറങ്ങി അടിച്ചിങ്ങനെ കണ്ടപ്പോൾ. പിന്നെ പ്രകാശ് ചേട്ടൻ പോയിട്ട് അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ച് നമ്മുടെ ഈ ഒരു അടുക്കളയുടെ ഒരു ബാക്ക് സൈഡിലായിട്ട് കൊണ്ടുവരും. ഇതിൻ്റെ ഓരോ പോർഷനിലും, അതായത് ഈ വീടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 40 സെൻറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു വീടാണ്. അപ്പോൾ ഇപ്പം ഈ 40 സെൻറ്റിൻ്റെ അകത്തും അവരത് യൂട്ടിലൈസ് ചെയ്തു എന്നതാണ് വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെറുതെ അത് യൂസ്ലെസ്സായിട്ട് ഇടുന്നതിന് പകരം അത് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യത്തിന് ചെയ്യാമല്ലോ. പിന്നെ ഇത് ഇപ്പം നോമ്പൊക്കെ എടുക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഇത് സെയിൽ ചെയ്യും ഈ ആടിനെയൊക്കെ. പിന്നെ പാലങ്ങനെ കൊടുക്കത്തില്ലെന്ന് തോന്നുന്നു, എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാതെ ഇത് പുറത്ത് കൊടുക്കും. പിന്നെ അതിന് ഭയങ്കര ഡിമാൻഡാണെന്നാണ് പ്രകാശ് ചേട്ടൻ പറയുന്നത്. അത് മാത്രമല്ല അവിടെ ഫീമെയിൽ ഗോട്ടുണ്ട്. അപ്പോൾ അത് ബ്രീഡ് മാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ പ്രകാശ് ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അവിടെ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ പുറകെ വന്നിട്ട് ചാടി കയറിയതാണ് പുള്ളി. എൻ്റെ ഷോളും 2 അടിയും ഒക്കെ തന്നിട്ട്
എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ പ്രകാശേട്ടൻ പറഞ്ഞു പേടിക്കേണ്ട, പതിയെ പോയിട്ട് അത് തൊട്ടാൽ മതി, ഒന്നും ചെയ്യത്തില്ല, ആൾ ഭയങ്കര ജെൻറ്റിൽമാൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അടുത്ത് പോയി. ഇദ്ദേഹം എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഞാൻ അങ്ങോട്ട് പോയി നോക്കി, എത്തി നോക്കി, എനിക്ക് മോഹം തന്നില്ല, ഒളിച്ച് കളിയായിരുന്നു സത്യം പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രകാശേട്ടൻ പറഞ്ഞു ഒരു കസേര എടുത്തിട്ട് അവിടെ ഇരിക്കെ, എന്നിട്ട് ഇദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു, ഈ വെള്ള ആടിനെ. മണിയണ്ടൻ എന്നാണ് പേര്. മണിയണ്ടൻ വേറെ എനിക്ക് തോന്നുന്നു കണ്ണൻ എന്നാണെന്ന് തോന്നുന്നു പേര്. അപ്പോൾ കണ്ണനെയും ഇങ്ങനെ കയറി അവർ അങ്ങനെ മടിയിൽ പിടിച്ചിരുത്തണം. അപ്പോൾ ഇത് ഈവനിങ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ പ്രകാശേട്ടൻ ഇതുപോലെ ഇവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഞങ്ങൾ രാവിലെ എത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് എത്തിയത്. പിന്നെ അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊന്നും നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും സച്ചിത്തും നമ്മളെ ഭക്ഷണം ഒരുപാട് കറികളുണ്ടായിരുന്നു. മീൻ കറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അതെങ്ങനെയാണ് വെച്ചതെന്ന് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ചേമ്പല. ഇതെനിക്ക് കട്ട് ചെയ്ത് മുറിച്ച് ന്യൂസ് പേപ്പറിലാക്കിയിട്ട് ചേച്ചി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേച്ചി മനസ്സ് നിറഞ്ഞ് ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. അത് എനിക്ക് ഈ ഒരു ഇല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. കാട്ടുചേമ്പ് ആണോ എടുത്ത് ചെയ്യും എന്നെനിക്കറിയാം, പക്ഷേ ഇതിന് ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മുടെ സാധാ എന്താ പറയുക, കുപ്പത്തണ്ടോ ഒരു ചീര ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേച്ചി എനിക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കേണ്ട വിധം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അത് പറഞ്ഞു തന്നിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്തത് ചേച്ചി. അതിനുശേഷം പിന്നെ ചേച്ചിയുടെ തയ്യലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വെറുതെ ഇരിക്കത്തില്ല കേട്ടോ, എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അതിനുശേഷം എനിക്ക് ഇറങ്ങാറായപ്പോൾ ഉണ്ടല്ലോ, ചേച്ചിയും ചേട്ടനും കൂടി ഒരു വലിയൊരു വരിക്കച്ചക്കയും ഒരു ചെറിയൊരു കൊല പഴവും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചിറയൻകിളിയായിട്ടുള്ള യാത്ര. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ നല്ലൊരു സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിയിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അണ്ടിൽ ബൈ ഫ്രം സരിത. ടേക്ക് കെയർ. ബൈ.